വണ്ടി എടുക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും മാരുതിയുടെ ബിൽഡ് ക്വാളിറ്റി. ചെറിയ ഒരു ഓട്ടോറിക്ഷ തട്ടിയാൽ പോലും ഒരു ചെറിയ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള മാരുതിയുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള വണ്ടിയാണിത്. 30-31 കിലോമീറ്റർ മൈലേജ് കിട്ടിയ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതിന് അങ്ങനെ ഒരു കംപ്ലൈന്റോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇന്ന് വരെ വന്നിട്ടില്ല. ഈ ഒരു സിറ്റി യൂസേജിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ലുക്കുമാണ്, ഒരു സ്പോർട്ടി ഫീലിംഗ് എല്ലാം ഉണ്ട്. എന്താണ് കാണുന്ന വ്യൂവേഴ്സിനോട് അഭിപ്രായം? വണ്ടി എടുക്കാൻ അഭിപ്രായപ്പെടുന്നുണ്ടോ? നമസ്കാരം, ജോബിയാണേ. നമ്മളെ വണ്ടിക്കാര്യം എന്ന് പറയുന്ന ഒരു സീരീസുമായിട്ടായിരുന്നല്ലോ വന്നത്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ ബലിനോ യൂസ് ചെയ്യുന്നവരുടെ അഭിപ്രായമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് എൻ്റെ റിവ്യൂ ആണല്ലോ പറയണേ. ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പം 30,000 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു പെയ്ഡ് സർവീസും കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പിന്നെ ആദ്യമേ എൻ്റെ റിവ്യൂവിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ 30,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള പെയ്ഡ് സർവീസ് ചെയ്തു. അപ്പം ഏകദേശം എനിക്ക് സർവീസ് ചെയ്തപ്പോൾ എനിക്ക് കോസ്റ്റ് വന്നത് 4,800 രൂപയാണ് വന്നത്. ഫിൽറ്ററും AC ഫിൽറ്ററും കാര്യങ്ങളും ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഓയിലും ചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടി. ലേബർ ചാർജും എല്ലാം കൂടെ കൂടി അവർ GST ഒക്കെ കൂടി 4,800. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ലോക്കൽ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഒരു ഫിൽറ്ററും ചേഞ്ച് ചെയ്ത് ഓയിലും ചേഞ്ച് ചെയ്യുന്നതിന് എനിക്ക് 2,000 രൂപയ്ക്കകത്ത് ഉള്ളിൽ നിൽക്കുന്ന ഒരു കേസിനാണ് ഞാൻ പിന്നെ വണ്ടി എങ്ങാനും വിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? സർവീസ് റെക്കോർഡ് ആൾക്കാർ തപ്പുകയെ. അപ്പോൾ സർവീസ് റെക്കോർഡ് കറക്റ്റായിട്ട് പിന്നെ അത് ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് ഞാൻ വന്നു. പക്ഷേ അല്ലെങ്കിലും ഇപ്പം നമ്മുടെ ലോക്കലായിട്ടുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്താലും 2,000 രൂപയ്ക്ക് നമുക്ക് ഇതെല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടു നടക്കാം. ബലിനോനെ സംബന്ധിച്ച് അടിപൊളി വണ്ടി, വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് 30,000 കിലോമീറ്റർ സർവീസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു വലിയൊരു എക്സ്പീരിയൻസ്, അതായത് ആ ഒരു അനുഭവം ഉണ്ടല്ലോ. 30-31 കിലോമീറ്റർ മൈലേജ് കിട്ടിയ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാനത് ആ ടൈമിൽ എൻ്റെ കൂടെ ഇപ്പം ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്ന പോലെ എനിക്ക് ഒരാളില്ലായിരുന്നു ക്യാമറ പിടിക്കാൻ. ഞാൻ വണ്ടി ഓടിക്കുകയും ക്യാമറയും കൂടെ. അപ്പോൾ ഞാൻ ആ വിഷ്വൽ ഇട്ട് കാണിക്കാം കേട്ടോ. അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. എന്നോട് സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, വണ്ടി പക്ക പെർഫെക്റ്റ് ആയി ചേട്ടാ, വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, വണ്ടി ഓടാനുള്ളതാണ്, അല്ലാണ്ട് വെറുതെ ഇട്ടുകൊണ്ടിരിക്കാനുള്ളതല്ല. വണ്ടി എല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും മൂലയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് മൂടി പൊതിച്ചിട്ടിട്ട് എന്തെങ്കിലും ഒരു ആഴ്ചയിലൊന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ എനിക്ക് മൈലേജ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വണ്ടി ഓടാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ വണ്ടി എടുത്തതാണ്. ഇന്നത്തേക്ക് മാർച്ചിലെ അടുത്ത മാസമാണ്. അപ്പം ഏകദേശം 30,000 കിലോമീറ്റർ ഓടി. നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. എനിക്ക് വല്ല വണ്ടി നല്ല ഓട്ടം ഉണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിൽ മൈലേജും കിട്ടുന്നുണ്ട്. 30-32 പെട്രോൾ വണ്ടിക്ക് മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഓടിച്ചത്. എന്നു വെച്ചാൽ ഒരു 40-നും 60-നും ഇടയിൽ ഞാൻ വണ്ടി ഇട്ട് അങ്ങ് ഓടിച്ചു. അതിന് മുകളിലാണ് സ്പീഡിലാണ് നമ്മൾ സാധാരണ ഓടിക്കുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ ഒക്കെ പോയതാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓടിച്ചതിൻ്റെ ഒരു മൈലേജാണ് കിട്ടുന്നത്. പിന്നെ വണ്ടിയിലെ ഡ്രൈവിംഗ് കംഫർട്ട് ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നു, ഒരു പ്രീമിയം ഹാഷ് ബാക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബലിനോ എടുത്തു. സൂപ്പർ വണ്ടി, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ഏറ്റവും ബേസ് മോഡൽ വണ്ടി എടുക്കുക. ക്ലൈമറ്റ് കൺട്രോൾ AC-യും അതുപോലെ തന്നെ നമ്മൾക്ക് 4 ഡോർ പവർ വിൻഡോയും കിട്ടുന്നുണ്ട്. ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ബേസ് മോഡലിൽ ഇല്ലാണ്ടിരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എല്ലാം നമുക്ക് എക്സ്ട്രാ വെക്കാവുന്നേ ഉള്ളൂ. ഇതേ ഞാൻ സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഞാൻ ഫുള്ള് എക്സ്ട്രാ ആക്സസറീസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഡാഷ് ക്യാമറ 4, അതായത് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ, എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. അടുത്ത ഒരാളുടെ എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഓക്കെ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേര്? എൻ്റെ പേര് ബിജു എന്നാണ്. ബിജു. ഓക്കെ ചേട്ടാ, എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇത് ഇപ്പോൾ 3-4 വർഷമായി. 3-4 വർഷമായി. ഓക്കെ, അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1,00,000 താഴെ. 1,00,000 താഴെ ഓടി. അത്ര ഓടി കഴിഞ്ഞു അല്ലേ? അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടാ, ഇത്രയും നാളത്തെ ഓട്ടം ഓടിയിട്ട് എന്താണ് ചേട്ടൻ്റെ ഫീൽ ചെയ്ത്? എങ്ങനെയാണ് വണ്ടീനെ വിലയിരുത്തുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിന് അങ്ങനെ ഒരു കംപ്ലൈന്റോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇന്ന് വരെ വന്നിട്ടില്ല. എന്റെ ഇതില്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമാണ്. ഇനി മൈലേജിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടുമില്ല. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല സുഖമാണ്. അങ്ങനെയൊക്കെ. പിന്നെ നമ്മള് നേരത്തെ ഒക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടി ഇച്ചിരി പൊക്കമുള്ളതായിരുന്നു. ഡീസൽ പെട്രോൾ? ഇത് പെട്രോളാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഇരിക്കുമ്പോ കുറച്ചൊന്ന് താന്നിരിക്കുന്നതിന്റെ ഒരു ഫീൽ അതുണ്ട്. ഓക്കെ, എനിക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളത്. പക്ഷെ അല്ലാത്ത നോക്കുമ്പോ ബാക്കി എല്ലാത്തിലും നല്ല വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ കൊടുക്കാതെ ഞങ്ങളിങ്ങനെ
ഇട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ വേറെ കാര്യം ചോട്ടെ, ഇതിന്റെ സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ്? അത് അങ്ങനെ വലിയൊരു കോസ്റ്റ് ഇല്ലല്ലോ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറയുമ്പം. വളരെ കംഫർട്ട് നോർമലാണ്. കുഴപ്പമില്ല, അവർ നന്നായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സജഷൻ തരുന്നുണ്ടോ? അതായത് കാണുന്ന വ്യൂവേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ വളരെ നല്ല ഒരു അഭിപ്രായമാണ് അല്ലേ? ഓക്കെ. എനിക്കും ബലിന കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും ഹാപ്പിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഒരൊറ്റ കാര്യം കൂടെ, വണ്ടി എടുക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ അത്ര കാര്യങ്ങൾ അത്ര അറിയില്ല. എന്നാലും കുറച്ചുകൂടെയൊക്കെ ഒരു ബോഡി സ്ട്രോങ് ആണ് നല്ലതാണ്. ഓക്കെ. കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വെച്ചാൽ ചെറിയ ഒരു ഓട്ടോറിക്ഷ തട്ടിയാൽ പോലും ഒരു ചെറിയ ചളുക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അത് നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ഇതിപ്പോ തന്നെ ഇതൊരു ബൈക്ക് വന്ന് തട്ടിയതായിരുന്നു. ഓക്കെ. പുറകെ വന്ന് ഇടിച്ചതാ. പക്ഷെ ഇത് കുറച്ച് അകത്തേക്ക് പോയി. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് ഒരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോ അവര് പിടിച്ചു നൂർത്തിപ്പോ അത് നേരെ ആവുകയും ചെയ്തു. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഓക്കെ. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ചേട്ടാ, വണ്ടി എത്ര നാളായി യൂസ് ചെയ്യുന്നു? വണ്ടി ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് യൂസ് ചെയ്യാണ്. 4 വർഷമായി അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വണ്ടി? ബെലിനോ വണ്ടി നല്ലതാണ്. പ്രത്യേകിച്ച് അതിന്റെ സർവീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ വളരെ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ച് മാരുതിയുടെ വണ്ടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് മറ്റൊരു വണ്ടി കൂടിയുണ്ട്, അത് ഡിസയറാണ്. ഓക്കെ. അതെ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ചേട്ടാ? ഇതിപ്പോ 73 കിലോമീറ്റർ ഓടി. 73,000 കിലോമീറ്റർ ഓടി. അപ്പോൾ പെയ്ഡ് സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിരുന്നു. എത്ര ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? ലാസ്റ്റ് സർവീസ് ചെയ്യും, ഇതിപ്പോ സർവീസ് ചെയ്യാൻ്റെ ഒരു സമയം ആകുവാണ് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക്. ലാസ്റ്റ് സർവീസിന് ഏതാണ്ട് 4,000-5,000 രൂപ അങ്ങനെ വന്നിരിക്കും. ആ ഒരു കോസ്റ്റേ വരുന്നുള്ളൂ അല്ലേ? എന്താണ് ചേട്ടന്റെ അഭിപ്രായത്തിൽ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ? ബെലാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് മാരുതി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള, മാരുതിയുടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ വളരെ മെച്ചമാണ്. അപ്പോൾ ഞാൻ ചോട്ടെ, മൈലേജ് എന്താണ് ചേട്ടാ? മൈലേജ് നമുക്കൊരു, എനിക്ക് തോന്നുന്നത് ഒരു 18-20 റേഞ്ചിൽ. 18-20 മുകളിൽ. പെട്രോൾ തന്നെയല്ലേ ഇത്? പെട്രോൾ. അപ്പം മൈലേജ് ഉണ്ട് തന്നെ അല്ലേ? അപ്പം എന്താണ് കാണുന്ന വ്യൂവേഴ്സിനോട് അഭിപ്രായം? വണ്ടി എടുക്കാൻ അഭിപ്രായപ്പെടുന്നുണ്ടോ? നമ്മുടെ മാരുതിയിൽ ബെലാനോ എടുക്കുന്നതിനോട് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ബെലാനോ ഒരുമാതിരി മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു അടുത്ത വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, പുതിയ വേർഷൻ ഇറങ്ങി. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു ബെലിനോ യൂസറാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ്, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഒരു പ്രീമിയം ഹാഷ് ബാക്ക് അല്ലേ? അതെ. ഓക്കെ. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. മറ്റൊരാളെ നമുക്ക് അന്വേഷിക്കാം എന്താണ് പറയാനെന്ന്. താങ്ക് യു. ഓക്കെ. നമസ്കാരം. പേരെന്താണ്? പേര് ബിബിൻ. ബിബിൻ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 2 വർഷമാവും. 2 വർഷമാവുന്നു. എന്താണ് അഭിപ്രായം? വണ്ടിയെ കുറിച്ച് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് എനിക്കിപ്പം 16.57 ആണ് കിട്ടുന്നത്. അതായത് പെട്രോൾ ആണ്? പെട്രോൾ. ഓക്കെ. അപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്? വണ്ടി ഇപ്പോൾ ഒരു 13,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഞാനും എടുത്തേക്കണം ബെല്ലിനെ കേട്ടോ, എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് 16 പോയിന്റ് സംതിങ് ആണ് മൈലേജ് കിട്ടുന്നത്. അപ്പം സർവീസ് കോസ്റ്റ് ലാസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? സർവീസ് കോസ്റ്റ് എനിക്ക് ലാസ്റ്റ് ടൈം വന്നിരിക്കുന്നത് എനിക്കൊരു ഏകദേശം ഒരു 8,000 സംതിങ് വന്നിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് വണ്ടിക്ക് അത് ഓടുന്നില്ല. കാരണം ഞാൻ വെഡി ഫിലിം എഡിറ്ററാണ്. ഞാൻ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡെയിലി യൂസ് വണ്ടിക്ക് ബൈക്കുണ്ട്. അപ്പൊ കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രൈമറി അല്ല, സെക്കൻഡറി ആയിട്ടുള്ള വർക്കിലായിട്ട് വരുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ജസ്റ്റ് വീട്ടിൽ പോയി എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം വണ്ടി എടുക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഇതിനകത്ത് ഒരാൾക്ക് സജഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനു മുമ്പ് വേറെ വണ്ടികളും നോക്കിയിട്ടുണ്ടായിരിക്കും. ഈ വണ്ടി തന്നെയാണോ സജഷൻ കൊടുക്കണം, ഇനി വേറെ ഏതെങ്കിലും വണ്ടിയിലേക്ക് പോകാനാണോ പറയുള്ളൂ? അല്ല, നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസും നമുക്ക് സർവീസ് ഏറ്റവും നല്ലത് മാരുതിയുടെ. സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? ലാസ്റ്റ് 8,000 രൂപയാന്ന് പറഞ്ഞു. 8 സംതിങ്. അത് 1 ഇയർ സർവീസ്. 1 ഇയറിലാണ്. ഓക്കെ. അതാണ് അല്ലേ? എനിക്ക് ഏകദേശം വന്നേക്കുന്ന ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 6,500 ആ ഒരു റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഡീലിംഗ് എങ്ങനെയാണ്? നല്ല ഡീൽസാണ്. ഞാനിവിടെ തൊടുപുഴ ഇൻഡസ്ട്രിയിലാണ് സർവീസ് എല്ലാം കൊടുത്തിരുന്നത്. ഞാൻ ഹാപ്പിയാണ്. കാരണം വേറെ നല്ല സർവീസ്. പൊതുവെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും മാരുതിയുടെ ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബിൽഡ് ക്വാളിറ്റി എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പം ഈ സർവീസ് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് ചെറിയ മൈലേജ് പിക്കപ്പ് കൂട്ടുണ്ട് ടോട്ടലായിട്ട്. കാല് നമുക്ക് സാധാരണ ഞാനിപ്പോൾ വണ്ണപ്പുറമൊക്കെ പോകുമ്പോൾ നമുക്കൊരു സെക്കൻഡ് പോകുന്ന സംഭവം ഇപ്പോൾ തേർഡിലൊക്കെ നമുക്ക് അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അപ്പം ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഞാൻ വേറെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു സിറ്റി യൂസേജിന് ഏറ്റവും ബെസ്റ്റ് അത്യാവശ്യം നല്ല ലുക്കുമാണ്, ഒരു സ്പോർട്ടി ഫീലിംഗ് എല്ലാം ഉണ്ട്. ഞാൻ ടോട്ടലി ഹാപ്പിയാണ് അല്ലേ? ഓക്കെ. 5 പേര് യാത്ര ചെയ്യുമ്പോൾ കംഫർട്ട് സോൺ എങ്ങനെയാണ്?
എനിക്ക് സാധാരണ ഇതിനും ഉണ്ടായിരുന്നു വാങ്ങണതായിരുന്നു. ഞാൻ ചെറുപാട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഭയങ്കരമായിരുന്നു. പക്ഷേ എനിക്ക് ഈ വണ്ടിക്ക് അങ്ങനെ ബാക്ക് പെയിൻ ലോങ് ആണെങ്കിലും ഹൈ റേഞ്ച് ആണെങ്കിലും ബാക്ക് പെയിൻ അങ്ങനെ ഇഷ്ടമാണ്. നല്ല കംഫർട്ടാണ്, യാത്ര കംഫർട്ടാണ്, യാത്രാ സുഖമുണ്ട്, എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണെന്ന് മാത്രമാണ് താങ്കൾക്ക് പറയാനുള്ളൂ അല്ലേ? എന്റെ അഭിപ്രായം. ഓരോ കസ്റ്റമർക്ക് ഓരോ പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ.